ഈ ഒരു ഫോട്ടോയിലുള്ള സിംഹത്തെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മിസ്സാക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിംഹത്തിന്റെ കഥയായിരിക്കും. ഇവന്റെ പേരാണ് സ്കാർഫേസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ആനിമൽസിന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. 2007 കെനിയയിലുള്ള മാസായി മാര നാഷണൽ പാർക്കിലാണ് സ്കാർഫേസ് ജനിച്ചത്. സാധാ സിംഹങ്ങളൊക്കെ ആണെങ്കിൽ അവർ അധികാരത്തിന് വേണ്ടിയിട്ട് തന്റെ സഹോദരന്മാരെ കൊല്ലുകയും അല്ലെങ്കിൽ മരിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ സ്കാർഫേസ് തന്റെ 3 അനുജന്മാർക്ക് ഒരേപോലെ അധികാരം നൽകി. അങ്ങനെ അവർ മസ്കറ്റീർ കൊളീഷൻ എന്ന് പറഞ്ഞ വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഗ്യാങ് ആയിട്ട് മാറി. 2011 അവർ അവരുടെ ഫസ്റ്റ് ടെറിട്ടറി കീഴടക്കുന്നത്. ഇതിൽ സ്കാർഫേസ് ഒറ്റയ്ക്ക് കൊന്നത് 400-ലധികം ഹൈനകളെയാണ്. ഇത് മാത്രമല്ല 150-ലധികം സിംഹങ്ങളെയും ഇവർ കൊന്നു. തന്റെ ഫാമിലിയിലുള്ള ഒരു ചെറിയ സിംഹക്കുഞ്ഞിനെ കൊന്നതിന്റെ പേരിൽ ആ പ്രദേശത്തുള്ള സകല മുതലുകളെയും ഈ ഒരു സിംഹം ഇല്ലാതാക്കി. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സിംഹം 1-to-1 ഫൈറ്റിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ കൊല്ലുന്നത്. അതും സ്കാർഫേസ് ആയിരുന്നു. മറ്റൊരു സിംഹവുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് സ്കാർഫേസിന് തന്റെ മുഖത്ത് ആ ഒരു പരിക്കേറ്റത്. ആ ഒരു ബാറ്റിൽ തോറ്റ സിംഹത്തിന്റെ തല 3 ആഴ്ചയോളമാണ് സ്കാർഫേസ് സൂക്ഷിച്ചു വെച്ചത്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ഈ ഒരു സിംഹം മരിച്ചത് 2021